നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് എൽച്ചയുമായിട്ട് കളിക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് കളി നടക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഇത്തിഹാദിൽ പോയി കളിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കളിയാണിത്. ഈ കളിയിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാൽ അത് ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിസൾട്ട് മാത്രമാണ് ആൽവാരോ ആർബിലോവ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് താരങ്ങൾക്ക് മെസ്സേജ് നൽകി കഴിഞ്ഞു. ആ മെസ്സേജ് ഇപ്പോൾ RTV പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ക്ലബിൽ നമ്മൾ കിരീടങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലാതെ വിജയങ്ങളല്ല. നത്തിങ് ഈസ് ഡൺ, ദി ടൈ ഈസ് സ്റ്റിൽ അലൈവ്. ഇപ്പോൾ 2ാം സ്ഥാനത്തായിരിക്കും റയൽ, പക്ഷേ ഈ പോരാട്ടം ഇവിടെ അവസാനിച്ചിട്ടില്ല, സ്റ്റിൽ അലൈവ് എന്ന് അദ്ദേഹം പറയുന്നു. സോ മെയ് മറന്നുള്ളൊരു പോരാട്ടം അവർ ലാലിഗയിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നർത്ഥം. ടേബിളിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. 27 കളി 67 പോയിൻറ്റോടെ ബാഴ്സ് ഒന്നാമതും, 27 കളി 63 പോയിൻറ്റോടെ റയൽ രണ്ടാമതുമാണ്. സോ ഇന്ന് വിജയിച്ചേ പറ്റൂ. പക്ഷേ റയലിന് ഇത്തവണ പരിക്ക് വല്ലാത്ത രൂപത്തിൽ അവർ വലയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഫെർലാൻ മെൻഡി പരിക്കേറ്റിരുന്നല്ലോ, അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ബ്രേക്ക് വരെ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള 2ാം പാദ മത്സരം നഷ്ടമാകും. ഈവൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മാഡ്രിഡ് ഡെർബി പോലും ഇപ്പോൾ സംശയത്തിലാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഏതായാലും അതും ഒരു തിരിച്ചടിയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് അവർക്ക് നഷ്ടമായിരിക്കുന്ന താരങ്ങളെ നോക്കുക. മെൻഡി പരിക്കേറ്റ് പുറത്താണ്. എംബാപ്പെ പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ഒരു പക്ഷേ സിറ്റിക്കെതിരെയുള്ള 2ാം പാദ മത്സരം കളിച്ചേക്കും. ബെല്ലിംഗാം പരിക്കേറ്റ് പുറത്താണ്. റോഡ്രിഗോ ഇനിയിപ്പോൾ ഈ വർഷം കളിക്കുകയില്ല. മിലീറ്റാവോ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും കളിക്കളത്തിലേക്ക് എത്താനായിട്ടില്ല. കഴേഡസ് പരിക്കേറ്റ് പുറത്താണ്. ഒരു പക്ഷേ അദ്ദേഹം സിറ്റിക്കെതിരെ മടങ്ങിയെത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അതുപോലെ അലാബ, സെബയോസ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഇന്നത്തെ കളിയിൽ നിന്ന് ഔട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഇങ്ങനെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.